ഹലോ ഗൈസ്, വെൽക്കം ടു ആർക്കിഷൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മാർവൽ DC ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സ് എല്ലാം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. നേരിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ DC സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ജോക്കർ 2ൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലർ വേറെ ലെവലായിട്ടുണ്ട്. സിനിമോട്ടോഗ്രാഫിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂവി വന്നൊരു മ്യൂസിക്കലാണ്, ഒരു 13 സോങ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ എങ്ങനെ ഇരിക്കും എന്ന് അറിഞ്ഞുകൂടാ, നന്നായിരുന്നാൽ കൊള്ളാം. കൂടാതെ പടം വന്ന് 6 ഇട്ടിട്ടാണ്, അതിലൊരു ഡൗട്ടൊന്നും വേണ്ട. സോ ആരൊക്കെ മൂവിക്ക് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ വന്ന് നമ്മുടെ ആലൻ റിച്ച്മാൻ. സോ ഈ ഒരു ആക്ടർ വന്ന് ഇപ്പം ബാറ്റ്മാനായിട്ട് അഭിനയിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് എന്നെ വന്ന് ബാറ്റ്മാനായിട്ട് കാസ്റ്റ് ചെയ്യണം എന്നൊക്കെ പുള്ളിക്കാരെ പറയുന്നുണ്ട്. സോ എന്താണെന്നൊരു ഐഡിയ ഇല്ല. സോ പുള്ളി ബാറ്റ്മാനായിട്ട് വന്നാൽ കൊള്ളാമോ എന്ന് എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നന്നായിരിക്കും. അതുകൊണ്ട് കാരണം പുള്ളിയുടെ ആ ഒരു ബോഡിയൊക്കെ സൂപ്പറായിട്ടുണ്ട്, ഫിസിക്കൊക്കെ കറക്റ്റായിട്ടുണ്ട്. ആ ഒരു പീക്ക് ഹ്യൂമനായിട്ട് നമുക്ക് എന്തായാലും ഫീൽ ആവും. കറക്റ്റ് ബാറ്റ്മാൻ്റെ ഒരു ബോഡി പോലെയാണ് ഉള്ളത്. ബട്ട് പുള്ളിക്ക് ആ ഒരു ബ്രൂസ് വെയിൻ സെറ്റ് ആവുമെന്നാണ് ഇവിടെ ഏറ്റവും വലിയ ചോദ്യം. കാരണം ബ്രൂസ് വെയിൻ എന്ന ക്യാരക്ടർ ബാറ്റ്മാനും ഓപ്പോസിറ്റ് ആയിട്ടാണ് ബ്രൂസ് വെയിൻ ആയിട്ട് ഉള്ളത്. സോ ആ ഒരു ബ്രൂസ് വെയിൻ എന്ന ക്യാരക്ടർ ഇദ്ദേഹത്തിന് സെറ്റ് ആവുമോ, അതാണ് വലിയ ചോദ്യമായിട്ടുള്ളത്. സോ മേ ബി സെറ്റ് ആവുമായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സോ പുള്ളി എന്തായാലും ബാറ്റ്മാനായിട്ട് ഒരു നല്ല കാസ്റ്റിംഗ് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. DCUവിൽ, അതായത് നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ യൂണിവേഴ്സിൽ പുള്ളിയെ ബാറ്റ്മാനായിട്ട് കാസ്റ്റ് ചെയ്താൽ കൊള്ളാം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഇദ്ദേഹം തന്നെ ബാറ്റ്മാനായിട്ട് വന്നാൽ കൊള്ളാമോ, അതോ വേറെ ഏതെങ്കിലും ആക്ടർ നിങ്ങളുടെ മനസ്സിലുണ്ടോ എങ്കിൽ കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ നമ്മുടെ സൂപ്പർമാൻ ലെഗസി മൂവിക്ക് തന്നെ നിറയെ പേര് വെയിറ്റിംഗ് ആയിരിക്കും. സോ ഇപ്പം ഈ ഒരു മൂവിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൂപ്പർമാൻ്റെ ആ ലോഗോയൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിച്ച ശരിയാവില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് വല്ല വരാൻ ചാൻസസ് ഉണ്ട്. ടൈമുള്ളവർ എവിടെയാണെന്ന് വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കുക. കൂടാതെ ഇപ്പം ഇതിൽ ലൂയിസ് ലൈനായിട്ട് അഭിനയിക്കുന്ന ആക്ട്രസ് ആണെങ്കിൽ ഏപ്രിൽ 1 തീയതി എല്ലാവരും ഒന്ന് ഫൂൾ ചെയ്യാൻ വേണ്ടി ചുമ്മാ ഒരു പട്ടിക്കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടിട്ട് ഞാൻ വന്ന് ഇതിന് ലൂയിസ് ലൈനായിട്ട് പോവുകയാണ്, ഞാൻ അഭിനയിക്കുന്നില്ല, എനിക്ക് വേറെ പട്ടി അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടെ പട്ടിക്കുട്ടിയുടെ ബാക്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൂപ്പർമാൻ്റെ ആ ഒരു കേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു കേപ്പായിരിക്കാം മോസ്റ്റ്ലി നമ്മുടെ സൂപ്പർമാൻ ഇടാൻ പോണത്. സോ വെയിറ്റ് ചെയ്ത് നോക്കുക. എന്തായാലും സൂപ്പർമാൻ്റെ ആ കോസ്റ്റ്യൂം വന്ന് ഈ ഒരു മൂവിയിൽ ഒരു കോമിക് അക്യുറേറ്റ് ആയിട്ടായിരിക്കും കൊണ്ടുവരാൻ പോകണമെന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ DC സൈഡിലുള്ള അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ മാർവൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആ ഒരു ഷൂട്ടിംഗ് ഒക്കെ ഉടനെ സ്റ്റാർട്ട് ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വന്ന് ഇപ്പോൾ ജൂലിയ കാർണർ എന്നൊരു ആക്ടറസിനെ നമ്മുടെ സിൽവർ സർഫറായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലി കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിറയെ പേർക്ക് ചെറുതായിട്ടൊരു ഡിസപ്പോയിൻ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. കാരണം എന്തായാലും വീണ്ടും MCU എന്നൊക്കെ നിറയെ പേര് ആലോചിച്ച് ചർച്ചിട്ടുണ്ട്. ബട്ട് ആരും പേടിക്കേണ്ട, ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോർ സ്റ്റോറി നടക്കുന്നത് നമ്മുടെ MCUവിലല്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിലാണ് ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോർ സ്റ്റോറി നടക്കുന്നത്. പിന്നീട് ഈ ഒരു ഇൻകർഷനൊക്കെ സമയത്തൊക്കെ ആയിരിക്കും അവർ നമ്മുടെ യൂണിവേഴ്സിലോട്ട് വരുന്ന രീതിയിലേക്ക് ഒരു പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ജൂലിയ കാർണറിൻ്റെ ഈ ഒരു ഫീമെയിൽ സിൽവർ സഫർ വന്ന് നമ്മുടെ സിൽവർ സഫർ അല്ല, ആ യൂണിവേഴ്സിലുള്ള ഒരു സിൽവർ സഫർ വേരിയൻ്റ് എന്ന് നിങ്ങൾക്ക് വയ്ക്കാം. ഓക്കെ, സോ നമ്മുടെ MCUവിൽ വന്ന് ഉറപ്പായിട്ടൊരു മെയിൽ സിൽവർ സഫർ ആയിരിക്കും വരാൻ പോണത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു വേരിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ട. ഓക്കെ, സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഈ ഒരു ഫീമെയിൽ സിൽവർ സഫറിനെ പറ്റി ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കുക. എൻ്റെ ആരൊക്കെ മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കമൻറ്റിൽ പറഞ്ഞേക്കുക. പിന്നെ ഒന്ന് ഡെയർഡെവിൾ ബോൺ അഗൈൻ സീരീസിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും. ഇതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വന്ന് ഇപ്പോൾ നമ്മുടെ പണിഷർ തിരിച്ച് വന്നിട്ടുണ്ട്. യെസ്, പണിഷർ ഈസ് ബാക്ക്. എനിക്ക് വന്ന് പണിഷർ എന്ന ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡെയർഡെവിളിനേക്കാളും പണിഷർ കുറച്ചും കൂടി ഇഷ്ടമെന്ന് പറയേണ്ടി വരും. കാരണം പുള്ളിയുടെ ഓറിജിനൊക്കെ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് പുള്ളിയുടെ ക്യാരക്ടറും വേറെ ലെവലായിട്ടുണ്ടാവും. അപ്പോൾ പണിഷർ തിരിച്ച് വന്നിരിക്കുകയാണ്. ഒരു ലീക്കായിട്ട് ഒരു ഫസ്റ്റ് ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അതിനെ ഇവിടെ കാണിക്കുന്നില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാൻ ചാൻസസ് ഉണ്ട്. അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. ടൈമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പണിഷർ വന്ന് ഇതിൽ പഴയ വൈബിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ക R-rated പഴയ പോലെ പണിഷറിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. സോ വേറെ ലെവലിൽ നിന്നാണ് തോന്നുന്നത്. സോ ഞാൻ എന്തായാലും ഡെയർഡെവിൾ ബോൺ സീരീസിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ആ പണിഷറിൻ്റെ സീരീസ് കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് കണ്ടു നോക്കുക, വേറെ ലെവലാണ്. പിന്നെ നമ്മുടെ മാർവലാണെങ്കിൽ ഇപ്പോൾ അനിമേറ്റഡ് സൈഡിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. അതായത് ചില അനിമേറ്റഡ് മൂവീസൊക്കെ തിയേറ്ററിൽ റിലീസാക്കാൻ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് കാരണം ഇപ്പം ചില അനിമേറ്റഡ് മൂവീസൊക്കെയാണ് ഭയങ്കര ഹിറ്റ് അടിക്കുന്നത് തിയേറ്ററിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർവലും അനിമേറ്റഡ് മൂവീസിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. അതുമാത്രമല്ല ഈ മാർവൽ വന്ന് ഇപ്പം ഈ ഒരു പ്ലാനറ്റ് ഹൾക്ക് എന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ട്. മേ ബി അതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരാൻ ചാൻസസ് ഉണ്ടെന്ന് പറയുന്നു. അത് തിയേറ്റർ റിലീസാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒന്ന് ഹോളിവുഡ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നറൂട്ടോയുടെ ലൈവ് ആക്ഷൻ വരാൻ പോണ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെറ്റ്ഫ്ലിക്സിലാണ്. അപ്പോൾ ഇതിൽ വന്ന് ഇപ്പം ഈ ഫാൻസൊക്കെ ആണെങ്കിൽ നമ്മുടെ സിഡ്നി സൂനിയെ വന്ന് ലേഡി സുനാടെ ആയിട്ട് കാസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഫാൻ കാസ്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പം എന്താണെന്നൊരു ഐഡിയ ഇല്ല. സോ രണ്ടുപേർക്കും കാണാൻ ചെറുതായിട്ടൊരു കട്ട് ഈ സിഡ്നി സൂനിക്കുണ്ട്. ബട്ട് എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ എന്തിനാണ് സിഡ്നി സൂനിയെ കാസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവും. അത് തന്നെ റീസൺ. ഓക്കെ, അപ്പം
ഓക്കെ, നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. സോ ആരൊക്കെ ലൈവ് ആക്ഷന് വേണ്ടി, നറൂട്ടോയുടെ ലൈവ് ആക്ഷന് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മാർവൽ DC ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സിലും കാര്യങ്ങളൊക്കെ അവനെ. അപ്പോൾ ഇതിൽ ഏത് അപ്ഡേറ്റ് കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതിനും മറക്കാതെ കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുക മറക്കാതെ സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് ഗൈസ്.